ഒരു കാലത്ത് തരിശായി കിടന്നിരുന്ന ഭൂമി ഇന്ന് കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന വയലേലകളാണ്. പിരപ്പമൺകാട് എന്ന കൃഷിഗ്രാമത്തിന്റെ വിജയഗാഥ നമുക്കൊന്ന് കണ്ടു നോക്കാം. പണ്ട് കാർഷിക സമൃദ്ധിക്ക് പേരുകേട്ട സ്ഥലമായിരുന്നു ഇത്. 1990കളുടെ അവസാനം വരെ ഇവിടെ കൃഷി നിലനിന്നിരുന്നു. എന്നാൽ പിന്നീട് ഏകദേശം 20 വർഷത്തോളം ഈ ഭൂമി തരിശായി കിടന്നു. അടുത്തിടെ ഹരിത കേരളം മിഷന്റെ കീഴിലുള്ള പുനരുജ്ജീവന പ്രവർത്തനങ്ങളിലൂടെ പിരപ്പമൺകാട് ഒരു പ്രധാന വിജയഗാഥയായി മാറി. ഈ പ്രകൃതി സൗന്ദര്യം വെറുതെ ഉണ്ടായതല്ല. ഭൂമിയുടെ താളം മനസ്സിലാക്കുന്ന, ബഹുമാനത്തോടെ അർപ്പണബോധത്തോടും കൂടി അധ്വാനിക്കുന്നവരുടെ കൈകളിലാണ് ഇത് രൂപപ്പെടുന്നത്. തലമുറകളായി ഈ പൗത്രബന്ധം പരിപോഷിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അവരുടെ ജീവിതം വിതയുടെയും കൊയ്ത്തിന്റെയും ചക്രമായി കെട്ടുപിണഞ്ഞു കിടന്നിരിക്കുന്നു. അവർക്ക് പാടശേഖരം വെറുമൊരു ഉപജീവന മാർഗമല്ല, ഒരു പാരമ്പര്യമാണ്, ഒരു ജീവിക്കുന്ന ശ്വാസമാണ്. വെള്ളത്തിന്റെ ഉപരിതലത്തിൽ തുളച്ചുകയറുന്ന ഇളം തണ്ടുകളിൽ നിന്ന് നിശബ്ദമായ ഒരു വാഗ്ദാനം വിടരാൻ തുടങ്ങുന്നത് കാണാം. ഞാറ് ബണ്ടിലുകളായി നടാൻ കൊണ്ടുപോകുന്നതിന് മുമ്പ് ഞാറിന്റെ വേര് മടലിൽ അടിക്കുന്നത് കാണാം. ഞാറിന്റെ വേരിൽ അധികമുള്ള ചെളി കളയാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. പണിക്കാരെല്ലാം വളരെ സ്നേഹത്തോടെയാണ് ഞങ്ങളോട് പെരുമാറിയത്. ഇവിടെ ഞാറ് നടുന്ന ദൃശ്യങ്ങൾ കാണാം. പിന്നെ നമ്മൾ നെല്ല് കൊകുത്തി വെക്കും. കൊകുത്തി വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ഈ കടുമ്പ് പിടിച്ചിട്ട് ആവും. നമ്മൾ ഞാറ് വലിക്കും. ഞാറ് വലിച്ച് നടും വയലില്. ഇത് വിത്ത് വളരെ 30 ദിവസം എടുക്കും. ശരിയാണ്, 30 ദിവസം എടുക്കും. ഇത് ഞാറാണല്ലേ? സോറി, ഇത് ഞാറാണ്. ഈ ഞാറ് ആവാൻ 30 ദിവസം വേണം. കതിരാവ് എത്ര നാൾ എടുക്കും? കതിരാവ് 40 ദിവസം. അത് വിളയാൻ എത്ര നാൾ എടുക്കും? 2.5 മാസം. ഓക്കെ. ചേച്ചി പേരെന്താണ്? എന്റെ പേര് ഇന്ദിര. എത്ര നാളായിട്ട് ജോലി ചെയ്യുന്നത്? നമ്മള് 18 വയസ്സോട്ട് തുടങ്ങിയതാണ്. 18ാമത്തെ വയസ്സ് മുതൽ ഈ ജോലി. ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഏറുമാടത്തിൽ നിന്നുകൊണ്ട് മുഴുവൻ വയലേലുകളുടെയും ഭംഗി നമുക്ക് ആസ്വദിക്കാൻ കഴിയുമെന്നുള്ളതാണ്. കാഴ്ചകൾ തുടരുന്നു.